നമസ്കാരം, ഞാൻ വികാസ് ഭദ്ര. എല്ലാവർക്കും ആർട്ട് വൈബ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ബേർഡ്സ് ഐ വ്യൂവിൽ, അതായത് ഏരിയൽ വ്യൂവിൽ താജ്മഹലിൻ്റെ ഡ്രോയിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നോർമലി ഒരു താജ്മഹലിൻ്റെ ഡ്രോയിങ് കൂടുതലായിട്ട് ചെയ്യുന്നത് ഫ്രണ്ട് വ്യൂവിലാണ്, അതായത് ഈ ഒരു വ്യൂവിലാണ് കൂടുതൽ ഡ്രോയിങ്സ് ചെയ്യാറുള്ളത്. ഇത് നമ്മൾ ബേർഡ്സ് ഐ വ്യൂവിൽ 3 പോയിൻറ്റ് പെർസ്പെക്റ്റീവിൻ്റെ ആ ബേസിക് ഐഡിയ ഉപയോഗിച്ചിട്ട് ഫ്രീ ഹാൻഡ് പെർസ്പെക്റ്റീവ് ഡ്രോയിങ്ങിലാണ് ഈ ഒരു ഡ്രോയിങ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ടഫായിരിക്കും, പക്ഷേ പ്രാക്ടീസിലൂടെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യണം, ഇത് ബേർഡ്സ് ഐ വ്യൂവിലാണ്. അതുകൊണ്ട് തന്നെ പേജിൻ്റെ മുകളിലായിട്ടായിരിക്കും ഹൊറൈസൺ വരിക. അതുപോലെ വാനിഷിംഗ് പോയിൻറ്റ് 1, 2, 3 ഇവയെല്ലാം ഉണ്ട് എന്ന് ഇമാജിൻ ചെയ്തിട്ട് ഒരു ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ആണ് ചെയ്യുന്നത്. ഇതൊരു ബേസിക് ഫോമാണ്. പെർസ്പെക്റ്റീവിൻ്റെ പ്രോപ്പർ ടെക്നിക്ക് ഉപയോഗിച്ച് താജ്മഹലിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ കറക്റ്റായിട്ട് വരച്ച് നോക്കിയതാണ് ഒരു പ്രാക്ടീസ്. ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യാം. ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പെൻസിൽസ് 2Bയും 4B പെൻസിൽസാണ്. സ്റ്റാർട്ടിങ്ങിൽ ഉപയോഗിക്കുന്നത് 2B പെൻസിലാണ്. ആദ്യം വരയ്ക്കുന്നത് താജ്മഹലിൻ്റെ ബേസാണ്. സ്ക്വയർ ഷേപ്പാണ് അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ. വളരെ ലൈറ്റായിട്ട് വരച്ച് തുടങ്ങാം. സ്ക്വയർ സ്ട്രക്ചർ ആണെങ്കിലും നമുക്കൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാനിൽ ശ്രദ്ധിച്ചാൽ അറിയാം, കോർണേഴ്സ് ഷാർപ്പല്ല, പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ക്വയർ ഷേപ്പ് വെച്ചിട്ടാണ്. അതിൽ ഡീറ്റെയിൽസ് ചെയ്തു കൊടുത്താൽ മതി. സ്ക്വയർ ഷേപ്പിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാനായിട്ട് കോർണേഴ്സിൽ നിന്ന് ലൈൻസ് വരച്ച് ചെയ്യാവുന്നതാണ്. ഇതിന് മുമ്പത്തെ വീഡിയോസിൽ ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ആംഗിളിൽ സെൻറ്റർ കണ്ടുപിടിക്കാൻ ഇതാണ് ഏറ്റവും നല്ല മെത്തേഡ്. ബേസ് വരച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഹൈറ്റ് വരയ്ക്കാവുന്നതാണ്. സെൻറ്ററിലുള്ള പോർഷൻ്റെ ഹൈറ്റ് ഡിസൈഡ് ചെയ്യുക വെർട്ടിക്കൽ ലൈൻസ് വരച്ചതിന് ശേഷം. വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കുമ്പോഴും നമ്മൾ ആ ഒരു 3 പോയിൻറ്റ് പെർസ്പെക്റ്റീവിൻ്റെ ബേസിക് ഐഡിയ മനസ്സിൽ വയ്ക്കുക. വാനിഷിംഗ് പോയിൻറ്റ്സ് 1, 2, 3 എല്ലാം അവിടെ ഉണ്ട് എന്ന് ഇമാജിൻ ചെയ്യുന്നു. അതനുസരിച്ചാണ് ലൈൻസുകൾ വരയ്ക്കുന്നത്. നമുക്കറിയാം, താജ്മഹലിൻ്റെ സ്ട്രക്ചറിൽ ഒരുപാട് വാതിലുകളും ജനലുകളൊക്കെ ഉണ്ട്. അതെല്ലാം തന്നെ പ്രോപ്പറായിട്ട് റെഫറൻസ് ലൈൻസിൽ വരച്ച് മാർക്ക് ചെയ്യുക. കുറച്ച് ടഫായിരിക്കും, പക്ഷേ രസമാണ്. എൻജോയ് ചെയ്ത് വരയ്ക്കാൻ പറ്റിയ ഒരു ഡ്രോയിങ് ആണ്. ടോപ്പ് വ്യൂ ആയതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുമായിരിക്കും. എളുപ്പമാക്കാനായിട്ട് ആദ്യമേ തന്നെ ആ സ്ട്രക്ചർ മാത്രം വരച്ച് പഠിക്കുക. വാതിലും ജനലൊക്കെ പിന്നീട് വരച്ചാലും മതി. ആ ഒരു ആംഗിളിൽ ആ ഒരു ഫോം വരച്ച് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. വാതിലുകളും ജനലുകളും വരയ്ക്കുമ്പോഴും ഈ മുകളിൽ നിന്നുള്ള വ്യൂവിൽ തന്നെ പ്രോപ്പറായിട്ട് അതിനെ വരയ്ക്കാനായിട്ട് നമുക്ക് ക്രോസ് ലൈൻസുകളും സ്ട്രെയിറ്റ് ലൈൻസും ഉപയോഗിച്ച് അതിൻ്റെ ഏത് പൊസിഷനിലാണ് വരുന്നതെന്ന് മാർക്ക് ചെയ്ത് വേണം വരയ്ക്കാൻ.
റൂളർ ഉപയോഗിക്കാതെ മാക്സിമം ഡ്രോയിങ്സ് ചെയ്യാൻ നോക്കുക. അതിനുവേണ്ടി സ്ട്രെയിറ്റ് ലൈൻസ് വരച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് എക്സസൈസ് ചെയ്യുക. ബുദ്ധിമുട്ടാണെങ്കിൽ റൂളർ ഉപയോഗിക്കാം, കുഴപ്പമില്ല. പ്രാക്ടീസ് ആയിക്കഴിഞ്ഞാൽ റൂളർ ഇല്ലാതെ വരയ്ക്കാൻ ശ്രമിക്കുക. ഇറേസറിൻ്റെ ഉപയോഗവും മാക്സിമം ഒഴിവാക്കാവുന്നതാണ്. ഇതൊരു ക്വിക്ക് ഡ്രോയിങ് ആണ്. താജ്മഹലിൻ്റെ ഇമേജ് കണ്ടാൽ അറിയാം അതിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. എങ്കിലും പ്രധാനപ്പെട്ട മാക്സിമം ഡീറ്റെയിലിങ് ഈ ഒരു ഡ്രോയിങ്ങിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ്. ഡ്രോയിങ്ങിൻ്റെ അവസാന ഘട്ടത്തിൽ ഡാർക്ക്നെസ്സിന് വേണ്ടി 4B പെൻസിലാണ് ഉപയോഗിക്കുന്നത്. ഷെയ്ഡിങ്ങിന് വേണ്ടി 6B പെൻസിൽ ഉപയോഗിക്കാവുന്നതാണ്. എങ്കിലും തുടക്കക്കാർ 6B ഉപയോഗിക്കുമ്പോൾ ആ പേപ്പർ ചിലപ്പോൾ മോശമാവും. കാരണം അതിന് നല്ല ഡാർക്ക് ഷെയ്ഡ്സ് ആണ്. അപ്പോൾ നമ്മുടെ കൈയെല്ലാം കൊണ്ട് പേജ് മോശമാവാൻ ചാൻസ് ഉണ്ട്, അതായത് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത്യാവശ്യം പ്രാക്ടീസ് ആയി കഴിഞ്ഞിട്ട് വേണം 6B പെൻസിൽസ് ഉപയോഗിക്കാൻ. 6B പെൻസിൽ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യാൻ നല്ലതാണ്, നല്ല ഡാർക്ക്നെസ് കിട്ടും. പക്ഷേ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഒരുപാട് സമയമെടുത്ത് വരയ്ക്കുകയാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിലിംഗ് എല്ലാം കൊടുത്ത് നന്നായിട്ട് വരയ്ക്കാവുന്നതാണ്. നമുക്കറിയാം താജ്മഹൽ ആഗ്ര സിറ്റിയിലാണ്, യമുന നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. താജ്മഹലിൻ്റെ പുറകിലായിട്ട് യമുന നദി ഒഴുകുന്നുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് റഫായിട്ട് വരച്ചിടുന്നുണ്ട്. പിന്നെ ഒരു ഫാസ്റ്റായിട്ടൊരു ഷെയ്ഡിങ് കൂടി കൊടുത്ത് ചിത്രം ഫിനിഷ് ചെയ്യാം.
ചിത്രം പൂർത്തിയാക്കിയപ്പോൾ ഒരു രസത്തിന് വേണ്ടിയിട്ട് സ്റ്റെഡ്ലറിൻ്റെ വാട്ടർ സോല്യൂബിൾ കളർ പെൻസിൽ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് കളർ ചെയ്യുന്നുണ്ട്. വാട്ടർ സോല്യൂബിൾ കളർ പെൻസിലാകുമ്പോൾ ബ്രഷ് എടുത്ത് വെള്ളത്തിൽ മുക്കി ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ വാട്ടർ കളറിൻ്റെ എഫക്റ്റ് കിട്ടും. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വിലപ്പെട്ട കമൻസുകൾ രേഖപ്പെടുത്തുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.